the darkest places of hell belongs to those who keep their neutrality in times of moral crisis. ഒരു ധാർമ്മിക പ്രശ്നം വരുമ്പോൾ നിഷ്പക്ഷത പാലിക്കുന്നവർക്കാണ് നരകത്തിന്റെ ഏറ്റവും ഡാർക്കസ്റ്റ് കോർണേഴ്സ് എടുത്തു വെച്ചിട്ടുള്ളത് എന്നതാണ്. അതായത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം വരുമ്പോൾ അതിൽ നിഷ്പക്ഷരായി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഷ്പക്ഷതയുടെ കപട മുഖംമൂടി അണിഞ്ഞ് നമ്മളെയൊക്കെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് ഈ കാലത്തിന്റെ അനിവാര്യത കൂടിയാണ്. സമയമായി. ഈ ക്യാമ്പസ് മാറാൻ സമയമായി. ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ മാറാൻ സമയമായി. ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ രാഷ്ട്രീയവൽക്കരിക്കാൻ പോവുകയാണ്. ഈ ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളും മനസ്സിലാക്കി കഴിഞ്ഞു ഈ ക്യാമ്പസിലെ പ്രത്യേകത. നമുക്ക് ഏത് ക്യാമ്പയിൻ ആവട്ടെ, അല്ലെങ്കിൽ കുട്ടികളോട് സംസാരിക്കാനുള്ള അവസരമാവട്ടെ, വിദ്യാർത്ഥികളോട് രാഷ്ട്രീയം പറയാനുള്ള അവസരമാവട്ടെ, ഒരവസരവും നമ്മൾ പാഴാക്കേണ്ടതില്ല. കാരണം നമ്മൾ പറയുന്നതൊന്നും നമ്മുടെ രാഷ്ട്രീയം ഉറച്ചു വെച്ചിട്ട് വോട്ട് വാങ്ങാനുള്ള നുണകളല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. 23 വർഷവും യൂണിയൻ ഇല്ലാഞ്ഞിട്ടുകൂടി ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി കൃത്യമായി ഒരു നട്ടലോടുകൂടി ഇവിടെ ഒരു വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥി സംഘടന പേര് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFI. ഈ ക്യാമ്പസ് വിട്ടുപോയ 10-23 കൊല്ലം സ്വന്തം രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ രാഷ്ട്രീയം പറയാത്തവന്മാരുടെ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വില പോലും ഈ ക്യാമ്പസിൽ കിട്ടില്ല എന്ന് കൃത്യമായി ബോധ്യമുള്ളവരുടെ മുന്നിൽ തോറ്റതുകൊണ്ട് മാത്രം കരഞ്ഞു പോയിട്ടുള്ള സഖാക്കളുടെ കണ്ണീരാണ് മഴയായി നമ്മുടെ മേലെ പെയ്യാൻ പോകുന്നത്. ഈ മഴയും നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ മഴയും പെയ്യാൻ പോകുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് കണ്ണീരിന്റേതല്ല. ജൂലൈ 4-ന് ഏറ്റവും വലിയ ആനന്ദ കണ്ണീര് പൊഴിച്ചുകൊണ്ട് ആ മഴയ്ക്ക് നീര് പുലർത്താൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കും നമ്മൾ ഓരോ സഖാക്കളും ഈ ക്യാമ്പസിൽ നിന്ന് അന്ന് പോവുക. ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്, അത് ജൂലൈ 4-ന് SFI ഇവിടെ യൂണിയൻ പിരിക്കുക എന്നുള്ളത് മാത്രം.